ആലപ്പുഴയിൽ അസാധാരണ വൈകല്യത്തോടെ പിറന്ന കുഞ്ഞിനെ ജനിതക പരിശോധനയ്ക്ക് വിധേയമാക്കും. സംഭവത്തിൽ ആരോഗ്യമന്ത്രി രൂപീകരിച്ച വിദഗ്ധ സമിതി മാത്രമാകും ഇനി അന്വേഷണം നടത്തുക. ജില്ലാതല അന്വേഷണ സമിതി പിരിച്ചുവിട്ടു. ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയോഗിച്ച അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘവും ജില്ലാതല സംഘവും നൽകുന്ന റിപ്പോർട്ട് വ്യത്യസ്തമായാൽ വിവാദമാകുമെന്ന് തിരിച്ചറിഞ്ഞാണ് ഒറ്റ അന്വേഷണം മതിയെന്ന തീരുമാനം. ജില്ലാ മെഡിക്കൽ ഓഫീസർ തയ്യാറാക്കിയ പ്രാഥമിക റിപ്പോർട്ടിൽ ആശുപത്രിയിലെ ഡോക്ടർമാർ കുറ്റക്കാരല്ലെന്നും സ്വകാര്യ ലാബുകളുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്നും പരാമർശമുണ്ടായിരുന്നു. റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വന്നതോടെ അന്വേഷണ വിവരങ്ങൾ പുറത്തുവിടരുതെന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അസാധാരണ രൂപത്തോടെ കുഞ്ഞിന് ജന്മം നൽകിയ സ്ത്രീയുടെ സ്കാനിംഗ് റിപ്പോർട്ടുകളിൽ ഒരേ ഡോക്ടറുടെ 2 ഒപ്പ് വന്നതിനെക്കുറിച്ചും ആരോഗ്യവകുപ്പ് അന്വേഷിക്കും. മിഡാസ് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് ഒരേ ഡോക്ടർ 2 ഒപ്പിട്ടതായി കണ്ടെത്തിയിട്ടുള്ളത്. കുഞ്ഞിന്റെ പിതാവ് ഇത് സംബന്ധിച്ച് പരാതി നൽകി. റിപ്പോർട്ടിൽ കൃത്രിമം നടന്നതായുള്ള സംശയത്തെ തുടർന്നാണിത്. അസാധാരണ രൂപത്തിന്റെ കാരണം കണ്ടെത്താൻ ജനിതക വൈകല്യം ഉണ്ടായതാണോ എന്നറിയാൻ ജനിതക പരിശോധന നടത്തും. അമ്മയുടെയും കുഞ്ഞിന്റെയും രക്തസാമ്പിളുകൾ തിരുവനന്തപുരത്തേക്ക് അയക്കും. ആലപ്പുഴ ഡിവൈഎസ്പി MR മധുബാബുവിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ആരോപണ വിധേയമായ സ്വകാര്യ ലാബുകളിലെത്തി CCTV ദൃശ്യങ്ങളും രേഖകളും പരിശോധിച്ചു തുടങ്ങി. 24 ആലപ്പുഴ.